എൻ്റെ പേര് അസ്കർ. എൻ്റെ സ്ഥലം കോഴിച്ചന പാലച്ചിറമാടാണ്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും പടവിൻ്റെ പണിക്കാരാണ്. എൻ്റെ ജ്യേഷ്ഠന് അന്ന് രാവിലെ പണിക്ക് പോയി, ഞാനന്ന് ലീവായിരുന്നു. അങ്ങനെ പണിസ്ഥലത്ത് നിന്ന് എൻ്റെ ജ്യേഷ്ഠന് എന്നെ വിളിച്ച് ഒരു 11 മണി സമയമായപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ വിളിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, എൻ്റെ നെഞ്ഞിനെന്തോ ഒരു വേദന, ഇത് പെട്ടെന്ന് അർജൻറ്റായിട്ട് വരണമെന്ന്. ഞാൻ ഉടനെ വണ്ടിയെടുത്ത് ഓൻ്റെ അടുത്ത് പോയി വണ്ടിയിൽ കയറ്റി നേരെ അൽമാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് നേരെ ഞാൻ എമർജൻസിയിലേക്ക് കയറ്റി. എമർജൻസി ടീം എല്ലാവരും വന്ന് ജ്യേഷ്ഠനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രയാസമുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജ്യേഷ്ഠന് പെട്ടെന്ന് അറ്റാക്ക് വന്ന് അവന് CPR എല്ലാം കൊടുത്ത് CPR കൊടുത്തതിന് ശേഷമാണ് അവൻ വീണ്ടും റിക്കവറി ആയി വന്നത്. അതിനുശേഷം എത്രയും പെട്ടെന്ന് ICUയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. ICUയിലേക്ക്, അതുപോലെ തന്നെ ICUയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലിഫ്റ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് വീണ്ടും എൻ്റെ ജ്യേഷ്ഠന് അറ്റാക്ക് സംഭവിച്ചു. അവിടുന്ന് തന്നെ എമർജൻസി ടീം വന്ന് വീണ്ടും CPR എല്ലാം കൊടുത്ത് അവനെ പെട്ടെന്ന് ICUയിലേക്ക് മാറ്റി. ICUയിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ഡോക്ടർ അജയ് ഗോപാൽ സാറാണ് എൻ്റെ ജ്യേഷ്ഠനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അവിടുന്ന് ആൻജിയോപ്ലാസ്റ്റി, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്ത് അതിനുശേഷം 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എൻ്റെ ജ്യേഷ്ഠൻ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള മെയിൻ കാരണം നമ്മുടെ ഡോക്ടർ അജയ് ഗോപാൽ സാറും അതുപോലെ തന്നെ നജ്മൽ സാറുമാണ്. അവരോടാണ് ഈ അവസരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. അവർ കാരണമാണ് ഇന്ന് എൻ്റെ ജ്യേഷ്ഠൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള മെയിൻ കാരണം.